ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ഭക്തരാണ്. ദൂരദേശത്ത് നിന്നും ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്തെ ക്ഷേത്ര പരിസരത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം ഇനിയുള്ള കാലങ്ങൾ അനന്തപുരി യാഗശാലയാകാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതിന് മുന്നോടിയായി തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്നറിയാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴാണ് നട അടയ്ക്കുക, അല്ലെങ്കിൽ അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ദേവിക പറഞ്ഞതുപോലെ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പൊങ്കാല നടക്കാൻ ഇനി 10 ദിവസം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ അനന്തപുരിയുടെ ഓരോ മണ്ണും യാഗശാലയായി മാറിയിരിക്കുകയാണ്. അവിടെയെല്ലാം നമുക്കറിയാം, ഈ പൊങ്കാലയ്ക്ക് മുമ്പായി തന്നെ മൺകട്ടകളും കലങ്ങളും എല്ലാം കൊണ്ടുവന്ന് നേരത്തെ തന്നെ വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ അനന്തപുരി ഒന്നാകെ യാഗശാലയായി മാറുന്നൊരു കാഴ്ചയാണ്. ഇവിടേക്ക് യജ്ഞഭൂമിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര പരിസരത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നേരത്തെ രാവിലെ നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. നിറയെ ഭക്തജനങ്ങൾ, ഒരുപാട് ഭക്തജനങ്ങൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 8 മണി പിന്നിടുമ്പോഴും ആ തിരക്കിന് ഇവിടേക്ക് കുറവൊന്നുമില്ല. നിരവധി ഭക്തരാണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു സൗകര്യം കണക്ക് എടുത്തുകൊണ്ട് ദർശനത്തിനുള്ള സൗകര്യങ്ങളും വിപുലമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വാദ്യമേളങ്ങളും ദേവീ മന്ത്രധ്വനികളും മുഴങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് കൂപ്പുകൈകളോടെ ഈ ആചാരവെടികൾ മുഴങ്ങുകയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കാപ്പ് കെട്ടിക്കൊണ്ട് ചടങ്ങിന് തുടക്കം കുറിച്ചത്. തുടർന്നിങ്ങോട്ട് ഓരോ ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള ഓരോ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം നിന്നു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലടക്കം ചടങ്ങുകൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നു വരികയാണ്. ഇപ്പോഴും വലിയ ഒരു തിരക്ക് ഇവിടേക്ക് ഭക്തർ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വൈകാരികമായൊരു അവസ്ഥ കൂടിയാണ് ആറ്റുകാൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇവിടേക്ക് എത്തുന്ന, സ്ത്രീകളായ ഭക്തർ, അമ്മമാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ വിശേഷണങ്ങളിലൂടെ പറയാറുണ്ട് നമ്മൾ. ആ ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർ ഒരുപാട് ദൂരത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേരുകയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. തോറ്റംപാട്ടൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അമ്മയുടെ തോറ്റം പാടി ഉറക്കെ പാടുന്നുണ്ട് കലാകാരന്മാർ. അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മറുവശത്ത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാന സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നാരങ്ങ വിളക്കുകൾ അടക്കമുള്ള വഴിപാടുകളും നടക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ആത്മനിർവൃതിയിലാണ് ഭക്തർ. ഓരോരുത്തരും ഇവിടെ വന്ന് പോകുമ്പോൾ, അമ്മയെ കണ്ട് തൊഴുത് അമ്മയുടെ ദർശന സായുജ്യം ലഭിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി, മനസ്സിൻ്റെ ഒരു ശാന്തത, അത് വലുതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു ജന്മസാഫല്യമാണ്. കാരണം ഒരു പൊങ്കാലക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാത്തിരിപ്പാണ്. കാരണം അടുത്ത ഒരു പൊങ്കാലക്കാലത്തേക്കുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. പെട്ടെന്ന് അടുത്ത പൊങ്കാലക്കാലം ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹവും അവരുടെ ഒരു ഇച്ഛയും ഒക്കെയാണ്. ആത്മസമർപ്പണം കൂടിയാണ് പൊങ്കാല എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ നേദ്യം ദേവിയുടെ മുമ്പിൽ അർപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് അമ്പലത്തിൻ്റെ ഒരു മുറ്റത്ത് നടക്കുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങ് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അതായത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അത് അനന്തപുരി ഒന്നാകെ ക്ഷേത്രത്തിൻ്റെ മുറ്റമാകുന്ന, ക്ഷേത്രത്തിൻ്റെ പരിസരമാകുന്നൊരു അനുഭവമാണ്, ഒരു അവസ്ഥയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. കാരണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് കിലോമീറ്റർ, അത് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ നീണ്ടു നിൽക്കുന്നൊരു നിരയാണ് ഈ പൊങ്കാലക്കായി അമ്മമാരുടെ ഒരു നിര നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ക്ഷേത്രം അതായത് ക്ഷേത്രം തൊട്ട് ഈ അനന്തപുരിയുടെ മണ്ണ് ഒന്നാകെ ക്ഷേത്രത്തിൻ്റെ മുറ്റവും അമ്മയുടെ പുണ്യസ്ഥാനമാകുന്നൊരു കാഴ്ചയാണ് ഇവിടെ ഈ പൊങ്കാലയോടനുബന്ധിച്ച് നമുക്ക് പങ്കുവയ്ക്കാനും കാണാനും ഒക്കെ കഴിയുക. അതുപോലെ തന്നെ പവിത്രമാണ് ക്ഷേത്രവും. ഉത്സവം കഴിഞ്ഞാൽ തന്നെ നിരവധി അമ്മമാരും അതോടൊപ്പം തന്നെ ഭക്തരും ഇവിടേക്ക് ഒഴുകിയെത്തും. അമ്മയെ കണ്ട് ദർശനം നേടുന്നതിന് വേണ്ടിയിട്ട്, ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയും വഴിപാടും സമർപ്പിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ആളുകൾ, നിരവധി പേരെടുത്ത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹം പലതാണ്. അവർ പറയാം സങ്കടമുണർത്തിക്കാനും അവരുടെ വികാരങ്ങൾ അമ്മയോട് പങ്കുവയ്ക്കാനും പല ആവശ്യങ്ങൾ പറയുവാനും എല്ലാം ആയിട്ടാണ് ഈ ആളുകൾ, ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മൾ നാടൻ ഭാഷ അല്ലെങ്കിൽ പ്രയോഗങ്ങളിലൂടെ എല്ലാം പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ എന്നൊരു സങ്കല്പം, ആ ഒരു സങ്കല്പം തന്നെയാണ് ഓരോ ഭക്തർക്കും പറയാനുള്ളത്, അമ്മയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതായത് ഒരു പൊങ്കാല സമയത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ വലിയ ഭക്തർജന തിരക്കാണ് ആറ്റുകാൽ
ദേവീക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളത്. അത് പൊങ്കാലയോട് അനുബന്ധിച്ച് വരികയാണെങ്കിൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് വരുമ്പോൾ അതിൻ്റെ 10 മടങ്ങായി അത് വർദ്ധിക്കുകയും ചെയ്യും. ദേശാന്തരങ്ങൾ താണ്ടി ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഈ ദർശനം നേടുന്നതിനായിട്ട്, ദർശന സായുജ്യം അടയുന്നതിനായി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നതിലോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകാറില്ല. അവരാരോടും പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ അവരുടെ എല്ലാം മനസ്സിലുള്ള ഒരേ ചിന്ത എന്ന് പറയുന്നത് അമ്മയെ കാണുക, ആ ദേവിയുടെ ദർശനം നേടുക, സായുജ്യം അടയുക എന്നൊരൊറ്റ ചിന്ത മാത്രമാണുള്ളത് മനസ്സിൽ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഇതിന് ചുറ്റും വരുന്ന പ്രതിബന്ധങ്ങൾ അവർക്ക് ഒരു ബാധയായി വരികയില്ല, അല്ലെങ്കിൽ അവരെ ബാധിക്കുകയില്ല. ആ ഒരൊറ്റ സങ്കല്പത്തിൽ മനസ്സിൽ അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ആ ആത്മനിർവൃത്തി, അമ്മയുടെ അനുഗ്രഹം നേടിക്കുക, അമ്മയുടെ അനുഗ്രഹം നേടുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ്. ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് ഇവർ എല്ലാവരും ഓരോ മനസ്സിൽ ഹൃദയത്തോട് കരം ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയെ കാണാനായി, അമ്മയുടെ ദർശനം നേടുവാനായി പോകുന്നത്. നിറയെ ഭക്തർ, അമ്മമാർ ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അതിൻ്റെ ഒരു പവിത്രതയും വർദ്ധിക്കുന്നൊരു കാഴ്ച നമുക്കറിയാം. പല സ്ഥലങ്ങളിൽ നിന്നും പലതായിട്ട് അഭിപ്രായങ്ങൾ വരുമ്പോൾ പോലും ആറ്റുകാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആറ്റുകാലിൻ്റെ പവിത്രതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാറില്ല. ഓരോ ദിവസവും കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു പവിത്രത വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാനും സാധിക്കും. അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതൊരു വലിയ ഒരു പുണ്യനിമിഷം കൂടിയാണ്. ക്ഷേത്ര നഗരിയാണ് അനന്തപുരി എന്ന് പറയുന്നത്. അത് പത്മനാഭസ്വാമി ആയാലും ശരി, അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ഭഗവാനായാലും ശരി, ചെന്തിട്ട ദേവി ആയാലും ശരി, അങ്ങനെ ഇനി പറയുകയാണെങ്കിൽ അവിടെ ഒരു അമ്പലങ്ങളുടെ ഒരു നഗരിയും ഒരു പുണ്യനഗരി കൂടിയാണ് അനന്തപുരി എന്ന് പറയുന്നത്. അത് ആ അനന്തപുരിയുടെ പത്മനാഭനും സ്വാമിക്ക് പിന്നാലെ ഒരു തിലകക്കുറിയായിട്ട് തന്നെയാണ് ആറ്റുകാൽ അമ്മയും ഈ അനന്തപുരിയുടെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒരു ആനന്ദലഹരി കൂടിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നൊരു സങ്കല്പം കൂടിയാണ്, നമ്മൾ ദേവിയെ അമ്മ എന്നൊരു സങ്കല്പത്തിൽ കൂടിയാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആശ്രയ കേന്ദ്രവും അഭയകേന്ദ്രവുമായിട്ട് അമ്മ മാറുന്നത്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്കൊരു എത്രത്തോളം നമ്മൾ അമ്മ എന്ന ആ സങ്കല്പം കൊണ്ട് തന്നെയാണ് അമ്മയെ എന്നത് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വൈകാരികമായ ഒരു ആത്മബന്ധം ഈ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടേക്ക് ഉത്സവത്തിൻ്റെ തിരക്കുകൾ ആരംഭിക്കുകയാണ്. ചടങ്ങുകൾ ഒരിടത്ത് പുരോഗമിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജയും അടക്കമുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് തന്നെ ദർശനത്തിൻ്റെ സമയക്രമത്തിലടക്കം അവർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. അതോടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീകൾ തന്നെ ഏറ്റവും കൂടുതൽ എത്തുന്നത് കൊണ്ട് തന്നെ വനിതാ പോലീസിൻ്റെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും. നിറയെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. അവരവരുടെ കർത്തവ്യത്തിൽ നിൽക്കുകയും കൂടിയാണ്. കാരണം അത്രത്തോളം സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഒരുപാട് അമ്മമാരെത്തുന്ന സ്ഥലം, വനിതകളെത്തുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സൗകര്യമുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾക്കായിട്ടുള്ള സജ്ജീകരണങ്ങളും ഫയർഫോഴ്സിൻ്റെ ആയാലും മറ്റ് സജ്ജീകരണങ്ങൾ, പോലീസിൻ്റെ അടക്കം സജ്ജീകരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേന അടക്കമുള്ളവർ മറ്റ് കാര്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും ഉത്സവത്തിൻ്റെ 2ാം നാൾ ആയതേ ഉള്ളൂ. ഇന്ന് 2ാം ദിവസമാണ്. ആ 2ാം ദിവസം കടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? എല്ലാ ദിവസവും വരാറുണ്ടോ? മാസം തോറും ചിലപ്പം വരും. പൊങ്കാല ഇടുന്നത് എവിടെയാ? പൊങ്കാല ഇടാൻ ഭരണപ്പറമ്പിൽ അവിടെ ചാലയിൽ. ഞാൻ പ്രാവശ്യമ്പലത്തിൽ ഇല്ല, കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന ദിവസം വരാറുണ്ട്. അമ്മ അടുത്ത താമസിക്കുന്ന അവിടുന്ന് പൊങ്കാല ഇടുന്നത് എല്ലാ വർഷവും. അമ്മ ഇവിടെ ചരിവെള്ളം മുടക്കുന്നു. പ്രാർത്ഥിക്കുമ്പം ചെറിയൊരു മനസ്സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. എല്ലാ വർഷവും പൊങ്കാല. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങുമ്പോൾ ഒരു വലിയ ആത്മനിർവൃത്തി കൂടിയാണ് ഇവർക്ക് ഉണ്ടാകാറുള്ളത്. എവിടെ നിന്നാണ് എത്തുന്നത്? കൊല്ലം പൊങ്കാലയ്ക്ക് വരണം. അതിന് മുമ്പേ വന്ന് തൊഴുതോട്ട് പോകെങ്കിലേ പൊങ്കാല പിന്നെ പുറത്തുനിന്നും കിട്ടാതെയല്ലോ. അപ്പൊ ഭയങ്കര തിരക്കല്ലേ, അതിന് വന്നതാ. എല്ലാ വർഷവും എല്ലാ വർഷവും വരുന്നതാ. എവിടെയാ പൊങ്കാല ഇടാറുള്ളത്? ക്ഷേത്രത്തിനടുത്ത് തന്നെയാ, അപ്പുറത്തൊരു വീട്ടിന്റെ അടുത്താ. അത് തന്നെയാണ് ഇവർ നേരത്തെ വന്ന് ദേവിയുടെ ദർശനം വാങ്ങിപ്പോകും. അങ്ങനെയും ആളുകളുണ്ട്. കാരണം പൊങ്കാല സമയത്ത് ഈ ദർശനം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും. അത് എനിക്ക് തോന്നുന്നു പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുൻപ് തന്നെ കല്ലുകളൊക്കെ പിടിച്ചിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. രണ്ടാഴ്ച മുൻപ് കവടിയാർ ഭാഗത്ത് ഇപ്പോൾ തന്നെ പേരെഴുതി പേപ്പർ ഒട്ടിച്ചേക്കുവാണ് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെ എത്രയോ പേർ വന്ന് ഇപ്പോഴേ തങ്ങുന്നുണ്ടാവും. എല്ലാ ദിവസവും തൊഴുത് എല്ലാ ദിവസവും
അവിടുത്തെ കലാപരിപാടികളൊക്കെ കണ്ട് സന്തോഷത്തോടെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നവരുണ്ടാകും, ബന്ധുക്കളുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നവരുണ്ടാകും. ഏതായാലും ഇതൊരു സ്ത്രീകളുടെ ഉത്സവം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. എന്നാലും പ്രശാന്ത് ശങ്കരമംഗലത്താണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.